എല്ലാം കയ്യിൽ നിന്ന് പോയി. എനിക്ക് എന്തിൻ്റെ കേടേനു. കുറേ ദിവസമായിട്ട് എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു ചോക്ലേറ്റ് ലാവാ കേക്ക് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അതിന് വേണ്ടി ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് കാര്യമായിട്ട് വേണ്ടത്. പിന്നെ പാലും 2 പീസ് ചോക്ലേറ്റും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇന്നൊന്ന് ഒരുങ്ങി എണീറ്റതാട്ടോ. എല്ലാവരും ഉറങ്ങാണ്. എണീറ്റ് വരുമ്പോഴത്തേനും ഒരിക്കലെല്ലാം സർപ്രൈസായിട്ട് കൊടുക്കുക വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷേ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഓറിയോൻ്റെ ലുക്കിലുള്ള ഈ ഒരു ബിസ്ക്കറ്റാണ് എടുത്തത്. ഇത് ഒരു മിക്സിയിലൊന്നും അടിക്കണില്ല ഇനി. അപ്പോൾ ഞാനും മിക്സിയിൽ അടിക്കാണ്ടൊക്കെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ മിക്സിയിൽ അടിക്കുകയാണ് നല്ലത്. പാലിൽ കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ട് പോലും ഇത് മിക്സാവാൻ നല്ല പണിയായിരുന്നു കേട്ടോ. അവസാനം എനിക്ക് ബീറ്റർ എടുക്കേണ്ടി വന്നു. ബീറ്റർ ഉപയോഗിച്ചിട്ടും കുറച്ച് ചെറിയ ചെറിയ പീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ മെല്ലെ അതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചേക്കാണ്. സോ ആദ്യം തന്നെ നമ്മൾ ഇത് മിക്സിയിലടിച്ചാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. അങ്ങനെ ചെയ്യേക്കും നല്ലത്. ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. കട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് ചോക്ലേറ്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങണം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി ഞാൻ ഒരുങ്ങിയൊരു പണിയാണ്. പിന്നെ ഒന്നും കൊളാവണമെന്ന് കരുതി ആരും ഒന്നും ഉണ്ടാക്കാൻ മെനക്കെടില്ല. ആയി പോണതാണ്. കുറച്ച് അടി പിടിച്ചു എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. ബീറ്റായി വന്നതിന് ശേഷം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂണാട്ടോ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ടൊക്കെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനെന്നും രസമാട്ടോ. അപ്പം അതിൻ്റെ പേരിനുള്ള ഒരു പോരാട്ടമാണ് ഈ കാണുന്നത്. ഈ സമയം നമ്മൾ കുക്കർ ചൂടാകാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചിട്ടാ. അത് ഏകദേശം ചൂടായി വന്നിരിക്കണേ. ഇനി നമ്മളത് ബേക്ക് ചെയ്യണ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റിൻ്റെ പീസ് പകുതി മാത്രം ബാറ്റർ ഒഴിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 പീസ് വെച്ചിങ്ങനെ കേട്ടോ. 2 കാണുന്നുള്ളൂ. ഞാൻ ബാക്കി വെച്ചിട്ടില്ല വിചാരിക്കരുത്, കട്ടായി പോയതാണ്. എന്തായാലും എയർ ബബിൾസ് പോകാൻ ഇങ്ങനെ ഒരു 4 തട്ടും തട്ടി കുക്കറിൽ വെച്ച് കൊടുത്തു. ബാറ്റർ ആയി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. പിന്നെ അത് പോരല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഒരുങ്ങിയ ഒരു കേക്കാട്ടോ അടുത്തത്. കുറേ സെറ്റപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ കരുതി. ആലിയ ഭട്ടിൻ്റെ ട്രെൻഡിങ് കേക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ട്രെൻഡുമെന്ന് വിട്ടിട്ട് കളി തന്നെ നമുക്കില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ എഗ്ഗിൻ്റെ വൈറ്റും എല്ലവും സെപ്പറേറ്റ് ആയിട്ടാണ് ബീറ്റ് ചെയ്യൽ. അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കേക്ക് സോഫ്റ്റ്നെസ് കൂടും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഫ്ലോപ്പായാലും അത് പിന്നെ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നും. അതേപോലെ മക്കൾക്കും ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ. അതുകൊണ്ട് കൊളായാലും ഒക്കെ ഞാൻ അവിടെ നിന്ന് പിന്മാറില്ല. ഈ ഒരു രംഗത്ത് എന്നും എനിക്ക് തിരിച്ചടി മാത്രമേ കിട്ടിയുള്ളൂ. എന്നാലും പൂർണ്ണ ആവേശത്തോടെ വീണ്ടും നമ്മൾ കേക്ക് ഉണ്ടാക്കും. നമ്മളെ ചോക്ലേറ്റ് കേക്ക് അപ്പോഴത്തേനും അപ്പുറത്ത് കുക്കായിട്ട് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. കാണാനൊന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നല്ല സമാധാനമൊക്കെ ഉണ്ടേനി. എന്തായാലും അത് മനസ്സിൽ നിന്ന് ഭാരം ഇറക്കി വെച്ച് കണ്ട് ഈ കേക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ട് ഉണ്ടാക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് നന്നാവണമല്ലോ. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ കേക്കിൻ്റെ യെല്ലോയിലാട്ടിട്ട് കൊടുക്കണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്ത് ഇളക്കിയിട്ടാണ്. പെട്ടെന്ന് ഇളക്കി വിടരുത്, അതിലുള്ള ബബിൾസൊക്കെ പൊട്ടിപ്പോവും. അങ്ങനെ ബീറ്റാക്കിയെടുത്ത സംഭവമല്ലേ, അതുകൊണ്ട് പതുക്കെ ഇളക്കി ഈ വൈറ്റിക്ക് യെല്ലോ മിക്സ് ചെയ്തിട്ടാണ്. ആലിയ ഭട്ടിൻ്റെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് അതിനനുസരിച്ചുള്ളൊരു പ്ലേറ്റ് ആട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഫുഡ് സെർവ് ചെയ്യണ വലിയൊരു പ്ലേറ്റ് എൻ്റെ കയ്യിലുള്ളത്. അല്ലാത്തതൊക്കെ സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ എടുക്കുന്നതുമാണ്. അപ്പോൾ ക്രീം ആ ലെവലിൽ എത്തിക്കണമല്ലോ. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിനൊരുങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടിയിട്ട് ഒരുങ്ങുക. ആ ഒരു പ്ലേറ്റ് ലക്ഷ്യമിട്ട് കണ്ടാട്ടോ നമ്മളതിനൊരുങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാനിൽ കേക്ക് ബേക്ക് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് അത്ര സൈസ് ആവശ്യമുള്ളത് കൊണ്ട് ഈ ഒരു പാൻ എടുത്തതാണ്. ഇത് തന്നെ ആ പാത്രത്തിൽ ചെറുതേക്കൂട്ടോ. പിന്നെ സൈഡൊക്കെ മിൽക്ക് കേക്കല്ലേ, സൈഡും അരികൊക്കെ ചെത്തി കളയുമ്പോൾ നല്ല കുറവ് തന്നെ ആയിരിക്കും. ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇതാട്ടോ നമ്മുടെ കേക്ക് വന്നത്. നല്ല അടിയൊക്കെ ഫ്രൈ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മളിവിടെ മിൽക്കൊക്കെ പറന്ന് പഞ്ചസാരയും വാനില എസൻസും പാൽ ഒഴിച്ച് കണ്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് നല്ലോണം പോലെ ഒഴിച്ച് കൊടുത്തിട്ടോ. ക്രീം ബീറ്റ് ചെയ്തിട്ട്
അതിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഈ പ്ലേറ്റിൻ്റെ അതേ ലെവലിൽ നമുക്ക് ക്രീം കൊണ്ട് നിറക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ക്രീം എടുക്കുക. ഇപ്രാവശ്യം ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇക്കാൻ്റെ വണ്ടിയിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. എനിക്ക് തോന്നുന്നത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആ ഒരു ടൂളാണ് തോന്നുന്നത്. ഇത് വെച്ചാട്ടോ ഞാൻ ഐസിങ് ചെയ്തത്. വെറുതെ നാട്ടിൽ പോയാൽ പിന്നെ ഈ ഒരു കേക്കിൻ്റെ മൈൻഡൊക്കെ വിടും. ഇവിടെ നിൽക്കുള്ളപ്പോൾ തന്നെ ഉണ്ടാക്കാനൊക്കെ നോക്കുള്ളൂ. ഒരു ഈച്ച ഫ്രെയിമിൽ വല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീസണായിട്ടാണ്, ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. അങ്ങനെ ഐസിങ്ങും കഴിഞ്ഞ് ചൂടിൻ്റെ സമയമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ കേക്കിൻ്റെ ക്രീം വല്ലാണ്ട് മെൽറ്റായി പോകണം കേട്ടോ. അതുകൊണ്ട് കട്ട് ചെയ്ത് വേഗം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവരാരും കാണാതെ ഉണ്ടാക്കണതല്ലേ, എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഡെക്കറേഷനും കൂടി അപ്പം ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ആക്കി നിർത്തിയാൽ മതി ഇനി. പക്ഷേ എന്ത് ചെയ്യുക, ഈ ബാർബർ ഷോപ്പിലൊക്കെ ചെന്നാൽ ഏകദേശം ലുക്ക് കിട്ടിയാലും ഒരു പിന്നെയും ഒന്നും കൂടി വെട്ടിങ്ങാണ്ട് കൊളാക്കുമല്ലോ. അതേപോലെ ഒരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്ന് വെച്ചിങ്ങനെ. ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടേനു. എന്തായാലും അത് ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ച്. ഇതാണ് നമ്മളെ കേക്ക് ഇവിടെ ആയി വന്നേന്. കേക്കിൻ്റെ സൈഡെല്ലാം നല്ലപോലെ വിട്ടിട്ടോ, നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. പക്ഷെ അത് മറിച്ചിട്ട് നോക്കുമ്പം അതിൻ്റെ അടിയിൽ ഈ ചോക്ലേറ്റ് ഒട്ടിപ്പോയി. ഇന്നെ പറഞ്ഞാൽ മതി, ഫ്രിഡ്ജിൽ ഡയറി മിൽക്ക് ഉണ്ടായിട്ടും ഈ ചോക്ലേറ്റ് ചിലവാകാത്തതുകൊണ്ട് ഈ ചോക്ലേറ്റ് ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കിയതാണ്. എന്തായാലും ലുക്കിൽ നമ്മളൊരു കുറവും വരുത്തൂല കേട്ടോ. കാണാൻ അടിപൊളിയാണ്, തിന്നാനും രസമുണ്ടേനി. ചെറിയൊരു പാളിച്ച അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ്. കുഞ്ചുൻ്റെ മുഖത്തു നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കുക. കുഞ്ചിൻ്റെ ഒരു നോട്ടം. ഇവർക്ക് എല്ലാവർക്കും മിൽക്ക് കേക്കായിട്ട് ഇഷ്ടമായത്. പക്ഷെ എനിക്ക് എന്നും ഡാർക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം. കഴിഞ്ഞതും വരാൻ പോണതൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.